BJP സ്വാധീന മേഖലകളിലെല്ലാം ജനങ്ങൾ ഞങ്ങളെയാണ് പിന്തുണച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലധികം സീറ്റുകൾ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനിയും 2-3 സീറ്റുകളിൽ കൂടി ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ മുന്നോട്ട് വച്ച വികസിത കേരളം എന്നുള്ള ആശയം ജനങ്ങൾ സർവാത്മന സ്വീകരിച്ചു. LDF-നും UDF-നും എതിരായി ശക്തമായ ജനവികാരമുണ്ട്. കോഴിക്കോടാണെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തി ഇത്തവണ BJP NDA ആണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇത് ശക്തമായ ജനവിധിയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ഈ നാട്ടിലെ വോട്ടർമാർക്കുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം അവർ BJPക്ക് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് പിന്തുണയ്ക്കുകയാണ്. തിരുവനന്തപുരത്ത് ഐതിഹാസികമായ വിജയമാണ് NDAക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഫോട്ടോ ഫിനിഷിലേക്കാണ് കോഴിക്കോട് പോകുന്നത്. അത്തരമൊരു നിലപാട് വരികയാണെങ്കിൽ ആരായിരിക്കണം ഭരിക്കേണ്ടത്? എന്തൊരു ഫയൽ നീങ്ങണമെങ്കിലും എന്തൊരു തീരുമാനം വരണമെങ്കിലും BJP അതിനകത്ത് നിർണായകമാകും. അത്തരത്തിൽ എന്തെങ്കിലും സാഹസ തീരുമാനങ്ങൾ എടുക്കുമോ? അല്ലല്ല, ഞങ്ങളിപ്പോ ഒന്നും ആലോചിച്ചിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അതെല്ലാം ആലോചിച്ച് ജനവിധി മനസ്സിലാക്കി ഉചിതമായ തീരുമാനം എടുക്കും. ഒപ്പം തന്നെ ഈ മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ ഉൾപ്പെടെ CPM കുത്തകയായിട്ട് വെച്ചിട്ടുള്ള വാർഡുകളാണ്. ഇപ്പം പുതിയ കഴിഞ്ഞ തവണ റെനീഷ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുതിരവട്ടം ഇതുപോലുള്ള മേഖലകളൊക്കെ എന്തായിരുന്നു ഈ ക്യാമ്പയിൻ സ്ട്രാറ്റജി? അല്ല, ഇതില് ഒരു മേയറുടെ മാത്രമല്ല, 2 മേയർ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ തോൽപ്പിച്ചു. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയെ മലത്തി അടിച്ചുകൊണ്ട് ഒരു യുവ നേതാവാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ബീന ഫിലിപ്പിന്റെ വാർഡിൽ റിനീഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ യുവ നേതാവ് അത്ഭുതകരമായിട്ട് കഴിഞ്ഞ തവണയും അദ്ദേഹം ഒരു 3ാം സ്ഥാനത്തുള്ള വാർഡ് ജയിച്ചു. ഇത് CPM-ന്റെ ഉരുക്ക് കോട്ടയിലും ഞങ്ങൾ ജയിച്ചു. അതാണ് BJP ഇത്തവണ NDA ഇത്തവണ നല്ല മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷൻ കാൻഡിഡേറ്റ് ആണ്. ഇത് അത്ഭുതകരമായിട്ട് അവർ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. എല്ലായിടത്തും മാവൂർ റോഡിൽ ഞങ്ങളുടെ ഒരു വനിതാ നേതാവ് ഇതാദ്യമായിട്ട് രൂപീകരിച്ച വാർഡാണ്. ഇവിടെ എല്ലാം നഗരഹൃദയങ്ങളിലെല്ലാം BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. BJPയുടെ കയ്യിലേക്കാണ് ഇനി ബാറ്റൺ വരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങള് 10-17 സീറ്റുകളിൽ ജയിക്കുകയും 40 ഇടങ്ങളിൽ ഞങ്ങള് 2ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത കോർപ്പറേഷൻ ഭരണം ഉറപ്പായും NDAക്കാണ്. ഈ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് തലസ്ഥാനമാണ്. തലസ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയെല്ലാം പിടിക്കാമെന്നുള്ളതാണോ? 100%. തിരുവനന്തപുരത്തെ വിജയം കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും അഭൂതപൂർവമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കും. ഇനിയുള്ള നാളുകൾ NDAയുടെ നാളുകളാണ്, താമരക്കാലമാണ്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തും. അല്ല, അതെല്ലാം വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള വികസനം ഉണ്ടാവും. ഏതായാലും BJPക്ക് വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ സന്തോഷവും ഒപ്പം തന്നെ NDA മുന്നോട്ട് വെക്കുന്ന ഭാവി വികസന പദ്ധതികളെ കുറിച്ചുമാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത്.